إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക നിയന്ത്രാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ യഥോചിതം പാലിച്ചുകൊണ്ട് അവ മുറുകെ പിടിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അത്തരത്തിൽ അവനെ കീഴൊതുങ്ങിക്കൊണ്ടുള്ളൊരു ജീവിതം ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളുകളാണ് ഞാനും നിങ്ങളൊക്കെ. ചെറിയ ഹ്രസ്വമായ യാത്രകൾ ഉണ്ടാവും, ദീർഘ സമയമെടുക്കുന്ന 1-2 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രകളൊക്കെ ഉണ്ടാവും. അതിൽ ഈ പല യാത്രകളിലും നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് പല സ്ഥലങ്ങളിൽ നിന്നായി വഴി തെറ്റിപ്പോകുന്നൊരു സാഹചര്യം. പലപ്പോഴും ഇന്ന ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിയണം അല്ലെങ്കിൽ റൈറ്റിലേക്ക് തിരിയണം എന്ന് പറയുന്നത് എന്തെല്ലാമോ കാരണം കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി ചിലപ്പോൾ ഗൂഗിൾ മാപ്പ് വരെ നമ്മളെ കബളിപ്പിക്കുന്ന, പറ്റിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ വഴി തെറ്റി ദിശ തിരിഞ്ഞ് ഒരുപാട് ദൂരം സഞ്ചരിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് അയ്യോ കുറേ വഴിതിരി സഞ്ചരിച്ചു പോയല്ലോ എന്നാലോചിച്ച് തിരിച്ചു വരാറുള്ളത്. ഇങ്ങനെ പല ജംഗ്ഷനുകളിലും വഴി തെറ്റിക്കൊണ്ട് ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് യു ടേൺ എടുത്ത് വരുന്ന അവസ്ഥ പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. നമ്മുടെ ജീവിതവുമായി ഇതൊന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ജീവിതത്തിൻ്റെ ചില ജംഗ്ഷനുകളിൽ നാം പോലും ശ്രദ്ധിക്കാതെ നമുക്ക് വഴി തെറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാവാറുണ്ടോ എന്ന ചോദ്യം നാം സ്വയം ചോദിച്ചു നോക്കേണ്ടതുണ്ട്. ജീവിതം ഒരു യാത്രയാണ്. നമ്മുടെ ജനനം മുതൽ മരണം വരെ, ഡേറ്റ് ഓഫ് ബർത്ത് മുതൽ ഡേറ്റ് ഓഫ് ഡെത്ത് വരെയുള്ള അതിനിടയിൽ ചെറിയൊരു ഹൈഫണാണ് ജീവിതം എന്ന് പറയാറുണ്ട്. വളരെ ഹ്രസ്വമായ ചുരുങ്ങിയൊരു യാത്രയായ ഈ ജീവിതത്തിൽ നമുക്ക് എവിടെയെങ്കിലും ചില ജംഗ്ഷനുകളിൽ വളരെ പ്രധാനപ്പെട്ട സിഗ്നലുകൾ നോട്ട് ചെയ്യാതെ നമ്മുടെ യാത്ര മുന്നോട്ട് പോയി ഒരുപാട് ദൂരം പോയി നമുക്ക് വഴി തെറ്റി പിന്നീട് പലപ്പോഴും അതിൽ നിന്ന് ഖേദിച്ച് തിരിച്ചു വന്ന് വലിയ യൂട്ടേണുകൾ അടിച്ച് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നൊരവസ്ഥ എനിക്ക് നിങ്ങൾക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കേണ്ടതാണ്. ഉണ്ട് എന്നാണ് പലപ്പോഴും നമുക്കൊക്കെ ഉത്തരം ഉണ്ടാവുക. കാരണം നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരാകുന്ന, ദുർബലരായ മനുഷ്യരാകുന്ന നമ്മുടെ ജീവിതത്തിൽ
24x7 എന്നോണം 24x7 നമ്മുടെ കൂടെ ഒരു സൃഷ്ടി കൂടിയുണ്ട്. ശൈത്താൻ എന്ന് നമുക്ക് ഏവർക്കും പരിചയമുള്ള, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഒരുപാട് ആവർത്തി നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ള, ചില സിഗ്നലുകൾ തന്നിട്ടുള്ള, നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു സൃഷ്ടിയാണ് ശൈത്താൻ. ആ ശൈത്താൻ 24x7 നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും വഴി തെറ്റിയ സാഹചര്യം എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. വലിയ സൂക്ഷ്മത നമുക്ക് യഥാർത്ഥത്തിൽ ഈ ശൈത്താനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ശൈത്താൻ പലപ്പോഴും നമ്മളോട് പറയുക, ഈ ചെയ്യുന്ന കാര്യം ഇത് നിങ്ങളുടെ ജീവിതത്തിന് വലിയ ഗുണമുണ്ടാവാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് ഇതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത്, അതുകൊണ്ട് ഇതനുസരിച്ചാൽ ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് നമ്മുടെ മനസ്സിനെ ആവർത്തിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി, ഇതൊന്നൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്ന ഒരു പ്രകൃതം ശൈത്താനുണ്ട്. പലപ്പോഴും മനുഷ്യരാകുന്ന നമ്മൾ അത്തരം വിഷയങ്ങളിൽ വീണു പോകുന്ന, എന്നിട്ട് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേ പോകുന്ന ആ തിന്മയുടെ വഴിയിൽ മുന്നോട്ട് പോയി ഒരുപാട് ദൂരം യാത്ര ചെയ്തതിനു ശേഷം മടങ്ങി വരുന്ന അവസ്ഥ പലപ്പോഴും നമുക്ക് കാണാറുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അവരുടെ കർമ്മങ്ങളെ ശൈത്താൻ അവർക്ക് ഭംഗിയാക്കി കൊടുത്തു, അലങ്കാരമാക്കി കൊടുത്തു. എന്തെങ്കിലും ഒരു കർമ്മം തെറ്റായി ചെയ്യുന്നുണ്ട് എങ്കിൽ ആ തെറ്റായ കർമ്മത്തിനെ അത് വളരെ നല്ലതായിക്കൊണ്ട് അവർക്ക് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ശൈത്താൻ പണിയെടുക്കുകയാണ്. നമ്മൾ വെക്കേണ്ടത്, ഇത്തരത്തിൽ എല്ലാം നന്മയെ കൊണ്ട് പൊതിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് തിന്മകളിലേക്ക് നമ്മെ എത്തിക്കുന്ന സൃഷ്ടിയാണ് ശൈത്താൻ. ഈ ശൈത്താനെ കൃത്യമായി പ്രതിരോധിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാമോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളെല്ലാവരും പുതിയ കാലത്ത് ജീവിക്കുന്ന ആളുകളാണ്. പുരോഗമനം എന്ന് പേരിട്ട, അല്ലെങ്കിൽ 21ാം നൂറ്റാണ്ടിന്റെ ആളുകളാണ് എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന പുതിയ കാലത്തെ പുതിയ ട്രെൻഡുകൾക്കനുസരിച്ചൊക്കെ മാറുന്ന ജീവിത സാഹചര്യമാണ് നമുക്കൊക്കെ ഉള്ളത്. AI വളരെ ഏറ്റവും അതിൽ ഉത്തുംഗതയിലേക്ക് നിൽക്കുന്ന റോബോട്ടിക്സ് ഒക്കെ വലിയ രൂപത്തിൽ വളർന്ന് വികാസം പ്രാപിച്ചിരിക്കുന്ന ഒരു കാലം. ഇവിടെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ ശരി തെറ്റുകൾക്ക് എന്താണ് അത്ര വലിയ പ്രാധാന്യമുള്ളത് എന്ന് പലപ്പോഴും സ്വയം നമ്മളൊക്കെ ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യം. തെറ്റുകളൊന്നും ഒരു തെറ്റേ അല്ല, അതൊക്കെ നിസ്സാരമല്ലേ എന്ന് കാണുന്ന, ചിന്തിക്കുന്ന, അത് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന ഒരു സാഹചര്യം. യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആൻ പറയാണ്, ഇന്ന ശൈത്വാന ലകും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വാ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. ഇന്ന ശൈത്വാന ലകും അദുവ്വ്, തീർച്ചയായും ശൈത്താൻ നിങ്ങൾക്ക് പ്രത്യക്ഷമായ ശത്രുവാണ്, അദുവാണ്. ഫത്തഖിദൂഹു അദുവ്വാ, നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണണമെന്ന് ഖുർആൻ പറയാണ്. ഇന്നമാ യദ്ഉ ഹിസ്ബഹു, അവന്റെ കക്ഷികളെ ക്ഷണിക്കുന്നത്, അവന്റെ ഹിസ്ബിൽപ്പെട്ട ആളുകളെ ക്ഷണിക്കുന്നത്, ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, അവർ നരകക്കാരിൽ പെട്ടവരാകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണ് അവരെ ക്ഷണിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ശൈത്താൻ നമ്മുടെ മനസ്സിൽ പലപ്പോഴും തിന്മകളെ നന്മകളാക്കി തോന്നിപ്പിക്കും. പക്ഷേ അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നത് നമ്മളെ നരകത്തിൽ പ്രവേശിക്കാൻ, അസ്ഹാബിസ് സഈറാക്കി മാറ്റാൻ അതിനുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ ഒരുപാട് ആവർത്തി പറയുന്നുണ്ട്, ശൈത്താൻ നിങ്ങൾക്ക് മുഖ്യ ശത്രുവാണ്, നിങ്ങൾ ശൈത്താന്റെ കുതന്ത്രങ്ങളെ കരുതിയിരിക്കണം, അവന്റെ കെണിയിൽ നിങ്ങൾ വീഴരുത് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൻ്റെതായ സാഹചര്യങ്ങൾ, നമ്മുടെ ജോലിയാവട്ടെ, നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഇടപെടലുകളാവട്ടെ, നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളാവട്ടെ, നമ്മുടെ സമ്പാദ്യമാവട്ടെ, ഇവയിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായ ചില മറവി എനിക്ക് നിങ്ങൾക്കൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് നാം സ്വയം ചോദിച്ചു നോക്കേണ്ടതുണ്ട്. ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് എന്ന് പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന, പരലോകം എന്നൊരു ലോകമുണ്ട് എന്നും അവിടെ സ്വർഗ്ഗ നരകങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുമുള്ള ബോധ്യം പലപ്പോഴും മറന്നു പോകുന്ന ഒരു സാഹചര്യം ഇന്നത്തെ മനുഷ്യർക്ക് പലപ്പോഴും കാണാറുണ്ട്. ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ വമൻ യത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ പിശാചിന്റെ കാലടികളിൽ നിങ്ങൾ വീണു പോകരുത്, അതിൽ നിങ്ങൾ പിന്തുടർന്നു പോകരുത്. ആരാണോ പിശാചിന്റെ കാലടി പാടുകളിൽ അവനെ പിന്തുടർന്നു പോകുന്നത്, അവൻ കൽപ്പിക്കുന്നത് മുൻകറും മാത്രമാണ്, നീചവൃത്തിയും ദുരാചാരവും മാത്രമാണ് പിശാച് നിങ്ങൾക്ക് കൽപ്പിക്കുന്നത്. ഖുർആനിൽ വീണ്ടും കാണാൻ കഴിയും, വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, പരമവഞ്ചകനായ, നിങ്ങളെ എപ്പോഴും ചതിച്ചുകൊണ്ടിരിക്കുന്ന ആ പിശാച്, യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, അവൻ അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, വഞ്ചിച്ചു കളയാതിരിക്കട്ടെ എന്ന് ഖുർആൻ പറയുന്നുണ്ട്.
അതായത് ഏത് നിലയ്ക്ക് നോക്കുകയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും തിന്മകളും കൊണ്ട് നിറയ്ക്കാൻ പിശാച് സദാ ജാഗരൂകരായി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം നമ്മുടെ ശത്രുവായി പിശാചിനെ കാണണമെന്നാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. ആലോചിക്കും, നമുക്കൊക്കെ മുമ്പിൽ ഒരു ശത്രു ഉണ്ടെങ്കിൽ, നമുക്ക് പ്രത്യക്ഷമായി നമ്മളെ ഏത് നിലയ്ക്ക് നമ്മൾ ഉപദ്രവിക്കാനായി ഒരു ശത്രു നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ, അതൊരു മനുഷ്യനാണെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ കരുതിയിരിക്കും, എങ്ങനെയൊക്കെ അതിനെ പ്രതിരോധിക്കും? ഒരിക്കലും നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥതയെയോ സമാധാനത്തെയോ ബാധിക്കുന്ന ഒരു ശത്രുവിനെ പോലും നമ്മൾ നമ്മുടെ ജീവിതവുമായി ഇടപെടാൻ സമ്മതിക്കാറില്ല. അതിനുവേണ്ടി എന്ത് വലിയ കോട്ടകൾ കെട്ടാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ നമ്മൾ ആലോചിക്കും, നമ്മൾ നേരിട്ട് കാണാത്ത, നമുക്ക് ഒരിക്കലും കാണാൻ കഴിയാത്തൊരു സൃഷ്ടിയാണ് പിശാച് എന്ന് പറയുന്നത്. ആ നേരിട്ട് കാണുക പോലും ചെയ്യാത്ത ആ ശത്രുവിനെ നമ്മൾ എത്രത്തോളം ഗൗരവകരമായി നമ്മൾ പ്രതിരോധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ജീവിതത്തിൽ നമുക്ക് നൽകിയ ഓരോരോ അനുഗ്രഹങ്ങൾ, നമ്മുടെ ശരീരമാകട്ടെ, നമുക്ക് നൽകിയ കണ്ണുകളാവട്ടെ, കാതുകളാവട്ടെ, നമ്മുടെ നാവാകട്ടെ, നമ്മുടെ വികാര വിചാരങ്ങളാവട്ടെ, നമ്മുടെ ചിന്തകളാവട്ടെ, ഇത് ഏത് നിലയ്ക്ക് നോക്കുകയാണെങ്കിലും ഈ അനുഗ്രഹങ്ങളെ അവിടെ നന്ദി കാണിക്കുക എന്ന കർത്തവ്യത്തിൽ നിന്ന് നമ്മളെ മറപ്പിച്ചു കളഞ്ഞുകൊണ്ട് പിശാചിന്റേതായ രൂപത്തിൽ നമ്മളെ ആട്ടി തെളിച്ച് കൊണ്ടുപോയി പലപ്പോഴും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാടധികം തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും. അതുകൊണ്ട് അത്തരം തെറ്റായ മാർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വലിയ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ പിശാചിന്റെ അല്ലെങ്കിൽ ശൈത്താന്റെ ചരിത്രം നാം അറിയേണ്ടതുണ്ട്. എന്താണ് ശൈത്താൻ ശപിക്കപ്പെട്ടവനായി മാറാൻ കാരണം നമുക്ക് ഏവർക്കും അറിയാം. ശൈത്താൻ എന്നാൽ ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ്. ശൈത്താൻ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ജിന്നുകളെ സൃഷ്ടിച്ചിട്ടുള്ളത് തീയിന്റെ പുകയില്ലാത്ത ജ്വാലയിൽ നിന്നാണ്. നമുക്ക് ആ ചരിത്രം അറിയാം. ആദം നബി അലൈഹി ഇസ്ലാമയ്ക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ സുജൂദ് ചെയ്യാൻ താൻ ആദമിനേക്കാൾ ഉത്തമനാണ്, ശ്രേഷ്ഠനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വിസമ്മതിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിക്കുകയും ചെയ്ത ചരിത്രം നമുക്ക് എവർക്കും അറിയാം. അവിടെ അള്ളാഹു പറയുന്നത് അവൻ വിസമ്മതം പ്രകടിപ്പിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. അവൻ അതിലൂടെ സത്യനിഷേധികളിൽപ്പെട്ടവനായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു പ്രത്യക്ഷമായി നമ്മോട് പറഞ്ഞതാണ് പിശാച് സത്യനിഷേധികളിൽപ്പെട്ടവനാണ്. നാം ഏവരും എല്ലാ ദിവസവും അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴൊക്കെ ആദ്യമായി പാരായണം ചെയ്യുന്ന ആയത്തിലെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാറുള്ളത്. എന്തെങ്കിലും ഒരു നന്മ തുടങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, റജീമായ ശപിക്കപ്പെട്ടവനായ ആട്ടി ഓടിക്കപ്പെട്ട ആ പിശാചിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു എന്നുള്ളതാണ്. എന്താണ് പിശാച് ആട്ടി ഓടിക്കപ്പെടാനുള്ള പ്രധാന കാരണം? അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് പ്രകടമായി തന്നെ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുക എന്നതാണ് പിശാചിനെ ആട്ടി അകറ്റപ്പെടാൻ, എറിഞ്ഞോടിക്കപ്പെടാൻ കാരണമായിട്ടുള്ളത്. എവിടെ നിന്നാണ് ആട്ടി ഓടിക്കപ്പെട്ടത്? അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നാണ് ആട്ടി ഓടിക്കപ്പെട്ടതെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും ജീവിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. അള്ളാഹു നൽകുന്ന വലിയ വലിയ അനുഗ്രഹത്തിന്റെ ഉപയോക്താക്കളാണ് നമ്മളൊക്കെ. ഈ കണ്ണ് അല്ലെങ്കിൽ നമുക്ക് നൽകിയിട്ടുള്ള ഓരോരോ അനുഗ്രഹങ്ങളും പലപ്പോഴും കിഡ്നിയുടെ ഒരു വലിപ്പം പറയാറുണ്ട്. വളരെ ചുരുങ്ങിയ ചെറിയ ലെങ്തേ കിഡ്നിക്കൊക്കെ ഉള്ളൂ. 25 സെന്റിമീറ്റർ ആണ് ഒരു കിഡ്നിയുടെ ലെങ്ത്. ആ കിഡ്നി ചെയ്യുന്ന പണി അത് ചെയ്യുന്നില്ല എങ്കിൽ, അതിന്റെ ഫിൽട്രേഷൻ കൃത്യമായി നടക്കുന്നില്ല എങ്കിലാണ് പലപ്പോഴും ഡയാലിസിസ് ചെയ്യുന്നത്. ആഴ്ചയിൽ 2-3 ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർ നമുക്കൊക്കെ പരിചയം ഉണ്ടാവും അല്ലെ. 2000-3000 ഒക്കെ ഓരോ ഡയാലിസിസും ചെലവാക്കുന്ന, അങ്ങനെ മാസത്തിൽ ഒരു 50,000-ഓളം രൂപ അതിന്റെ യാത്രാ ചെലവും എല്ലാം കൂട്ടുമ്പോൾ ഒരു 500,000 രൂപ ഒരു മാസം ചെലവ് വരുന്ന പല നിത്യരോഗികളെ നമുക്ക് കാണാൻ കഴിയും. ആ കിഡ്നിയാകുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹം അത് ഫംഗ്ഷൻ ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രയാസം അവർ അനുഭവിക്കുന്നത്. ഇത്തരത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ പോലും വിസ്മരിച്ചുകൊണ്ട് മറന്നുപോയിക്കൊണ്ട് നമ്മളെ മറപ്പിച്ച് കളഞ്ഞുകൊണ്ട് ശൈത്താൻ അവന്റെ ദുർമാർഗത്തിലേക്ക് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രത്യക്ഷമായ ശത്രുവാണ് പിശാച് എന്ന ധാരണയും ചിന്തയും നമുക്ക് ഏവർക്കും ഉണ്ടാവണമെന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതവുമായി ഈ കാര്യം തട്ടിച്ചു നോക്കാൻ മറന്നു പോവുകയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അല്ലെങ്കിൽ ഇത് ബോധ്യമുള്ള ആളുകൾ തന്നെ പിശാച് നമുക്കൊരു ശത്രുവാണ്, പിശാചിന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത് എന്ന് അറിയാവുന്നവർ തന്നെ പലപ്പോഴും അതിൽ വഴിതെറ്റിപ്പോകുന്ന, പല ദുർബലമായ സാഹചര്യങ്ങളിലും പെട്ടുപോകുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. ഇതിനൊക്കെ പല ന്യായീകരണങ്ങളും നമുക്ക് കേൾക്കാൻ കഴിയും. അല്ലെങ്കിൽ ആലോചിക്കുക, നമുക്ക് എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് നല്ലതാണോ ചീത്തതാണോ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ബാങ്ക് കൊടുക്കുന്നതിനെ കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ പള്ളിയിലേക്ക് പോകണമെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് അല്ലേ. പക്ഷെ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരും, കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോവാം, എന്റെ പത്ര തിരക്ക് കൂട്ടിയിട്ട് അവിടെ പോയിട്ട് നേരത്തെ എത്തിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വരും. ഇത് ഉണ്ടാക്കുന്ന ശൈത്താനാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം.
ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൽ നന്മയുടെ പക്ഷത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നല്ല ചിന്തകളാണ്. എന്നാൽ തിന്മയുടെ പക്ഷത്തേക്ക് പോകുന്നത് ശൈത്താന്റെ ദുർപ്രേരണകളാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. ഈ ബോധ്യം പലപ്പോഴും നമുക്ക് മറന്നു പോകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ പല ആളുകളും പറയാറുള്ള പോലെ എന്തെങ്കിലുമൊക്കെ തെറ്റിനെ ചെയ്തു കഴിഞ്ഞാലേ ആ തെറ്റിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി അവരോട് സംസാരിക്കുമ്പോൾ പലരും പറയാറുണ്ട്, ഇതിപ്പോ അത്ര വലിയ തെറ്റൊന്നുമല്ലല്ലോ, തെറ്റാണ് സമ്മതിച്ചു, പക്ഷെ അത്ര വലിയ തെറ്റൊന്നും അല്ലല്ലോ ഞാൻ ചെയ്യുന്നത്, ചെറിയ തെറ്റൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന് പറയുന്നൊരു ന്യായം. അല്ലെങ്കിൽ ഞാൻ അത്രമാത്രമൊന്നും ചെയ്തില്ലല്ലോ, ഒരു തെറ്റുണ്ടെങ്കിൽ അതിൽ ഏറ്റവും എക്സ്ട്രീമായ സംഗതി ആലോചിച്ചിട്ട് ഞാൻ അതൊന്നും ചെയ്തില്ലല്ലോ, അതിൽ ചെറിയൊരു ഭാഗമല്ലേ ചെയ്തുള്ളൂ, ഇപ്പൊ ഇതേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇത് കൊണ്ട് എത്തിക്കുന്നത് നമ്മളെ ആ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള, അതിന്റെ ഏറ്റവും സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള സ്റ്റേജിലേക്കാണ് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. ചെറിയ തെറ്റുകളാണ് പലപ്പോഴും നമ്മളെ വലിയ വലിയ തെറ്റുകളിലേക്ക് എത്തിക്കുന്നത് എന്ന ചിന്ത നഷ്ടപ്പെടുകയാണ്. അല്ലെങ്കിൽ പറയാറുള്ളത്, ഇതൊക്കെ എല്ലാവരും ചെയ്യാറുള്ളതല്ലേ, ഞാനിപ്പോൾ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ നാവ് കൊണ്ടൊരു കളവ് പറയുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയെ കളിയാക്കുന്നുണ്ടെങ്കിൽ ആ കളിയാക്കൽ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, സമൂഹ മാധ്യമങ്ങളൊക്കെ നമ്മൾ കാണുന്നതല്ലേ, അത്തരം പല കോമഡി ഷോകളും മറ്റൊക്കെ, ഇതിലൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യം ഞാനത് ചെയ്യുന്നതല്ലേ ഉള്ളൂ, അത് വലിയ പ്രശ്നമാക്കേണ്ടതുണ്ടോ, ഞാൻ മാത്രമല്ലല്ലോ ചെയ്യുന്നത് എന്നൊരു ന്യായം പലപ്പോഴും കാണാറുണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ തെറ്റൊന്നും ഇല്ലാതെ, ഇതൊരു തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാതെ എങ്ങനെ ജീവിക്കാം? ഇതിന് പലപ്പോഴും പറയാറുള്ള ഉദാഹരണമാണ്, പുരുഷന്മാരുടെ വസ്ത്രം അത് നിര്യാണിക്ക് താഴെ ഇറങ്ങാൻ പാടില്ലെന്ന് ഇസ്ലാമിലെ കൽപ്പനയാണ്. നിര്യാണിക്ക് താഴെ ഇറങ്ങുന്ന വസ്ത്രം അത് നരകത്തിലാണ് എന്ന് സ്വഹീഹായ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇത് അറിഞ്ഞുകൊണ്ട് പലരും എന്താ പറയുന്നത്, ഇന്നത്തെ കാലത്ത് ഇപ്പൊ നിര്യാണിന്റെ മുകളിലൊക്കെ വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണലായി ഞാൻ ജീവിക്കുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കില്ല. 21-ാം നൂറ്റാണ്ടിലും ഇപ്പോഴും ഒരു പുരോഗമനമില്ലാതെ ജീവിക്കുന്ന പ്രാകൃതനായ 6-ാം നൂറ്റാണ്ടുകാരൻ എന്നൊക്കെ എന്നെ പറയില്ലേ, അതുകൊണ്ട് അത്ര വലിയ പ്രശ്നമാക്കേണ്ടതൊന്നുമില്ല എന്ന് പറഞ്ഞൊരു ന്യായം കാണാൻ കഴിയും. ഇങ്ങനെ തെറ്റുകളെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വളച്ചൊടിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ശൈത്താനാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും പറയുന്നതാണ്, ചെറിയൊരു തെറ്റ് ചെയ്യുമ്പോഴേക്കും അള്ളാഹു നരകത്തിലേക്ക് ഇടില്ല, അള്ളാഹു വലിയ കാരുണ്യവാനാണല്ലോ, അതുകൊണ്ട് ഒരു ചെറിയ തെറ്റായതുകൊണ്ട് അള്ളാഹു നരകത്തിലേക്ക് ഇടില്ല എന്ന് പറഞ്ഞൊരു ഞാൻ കാണാറുണ്ട്. വേറെ ചിലർ പറയുന്നുണ്ട്, ദീനെ എന്തിനാ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്നത്, നമുക്ക് നമ്മുടെയൊക്കെ ഒരു ആസ്വദിച്ച് നമ്മുടെ ജീവിതം അങ്ങോട്ട് പോയാൽ പോരെ, ഇത്ര ഓരോ ചെറിയ കാര്യങ്ങളും ഇത്രയധികം കണിശമായി നോക്കി കാണേണ്ട കാര്യം എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. സഹോദരങ്ങളെ, ഇത്തരം ഒരു ലിബറൽ ഇസ്ലാം അല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ഇസ്ലാമിൻ്റെതായ ആദർശങ്ങളുണ്ട്, നയങ്ങളുണ്ട്, നിലപാടുകളുണ്ട്. ഈ നിലപാടുകളിലൂടെയും ഈ സിറാത്തുൽ മുസ്തഖീമിലൂടെയും നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് നാളെ പരലോകത്ത് കണക്കില്ലാത്ത പ്രതിഫലം ലഭിക്കുമെന്നും അവിടെ സ്വർഗം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നും അവിടെ മരണമില്ലാത്ത ആ ലോകത്തെ ആ സ്വർഗമാണ് നിങ്ങളുടെ ലക്ഷ്യമുണ്ടാവേണ്ടത് എന്നും ഖുർആൻ ആവർത്തിച്ച് നമ്മളെ പറയുന്നുണ്ട്. എന്നിട്ടും നമ്മൾ ചിന്തിക്കുന്നത് ഈ ഭൂമിയിലെ കേവലം ചില സ്ഥാനങ്ങളും കേവലം ചില ആരോപണങ്ങൾ ഉണ്ടാവുമെന്ന് പേടിയും അത്തരം ചില ദുരാരോപണങ്ങളിൽ പെട്ടുപോയി അത്തരം ചില ചിന്തകളെ അതിനെ വഴിപ്പെട്ടുകൊണ്ട് ശൈത്താന്റെ ഈ ദുർപ്രേരണയിൽ നമ്മൾ അകപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് കാണാറുള്ളത്. യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം നേരത്തെ പറഞ്ഞ അവർ ചെയ്യുന്ന കർമ്മങ്ങളെ, ആ തെറ്റുകളെ അവർക്കൊരു അലങ്കാരമായി കാണിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്കൊരു ഗുണകരമായി വർത്തിക്കുന്ന ഒരു കർമ്മമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ശൈത്താൻ ഈ തെറ്റുകളെ അവർ എത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കേട്ടതിലെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് എത്തുന്ന സാഹചര്യം. പടപ്പുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന CM മടവൂർ എന്ന എവിടെയോ മരിച്ചുപോയ ഒരു വ്യക്തിയെ, ആ വ്യക്തി ഇപ്പോഴും തങ്ങളുടെ പടച്ചവനാണ് എന്ന് വരെ പറയുന്ന സാഹചര്യത്തിലേക്ക് പോലും മുസ്ലിം ഉമ്മത്ത് എത്തിയെന്നുണ്ടെങ്കിൽ ഒന്ന് ഗൗരവം ആലോചിക്കുന്നത്. തൗഹീദാകുന്ന വിഷയത്തിൽ വിള്ളൽ ഉണ്ടാക്കാനാണ് പലപ്പോഴും ശൈത്താൻ കൊണ്ടുപിടിച്ച് ശ്രമം നടത്താറുള്ളത്. അതിലവൻ വിജയിച്ചു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിം ഉമ്മത്തിനെ പോലും ഏത് വ്യക്തിക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന വിഷയമാണ് ഏത് സാഹചര്യത്തിലും അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്നത്. അതിന് പോലും ഘടകവിരുദ്ധമായി മരിച്ചുപോയ പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവരാണ് ഞങ്ങളുടെ ഉടയോൻ എന്ന് പറയാൻ മാത്രം അവർക്ക് അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശൈത്താന്റെ ദുർപ്രേരണകളിൽ അവരെല്ലാം അകപ്പെട്ടു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. മറ്റു പലരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നത് മാറ്റി നിർത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ ശൈത്താൻ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ നമസ്കാരങ്ങൾ ഏറ്റവും ഏകാഗ്രതയോടുകൂടി ഖുശൂഅോടുകൂടി വുളുവൊക്കെ എടുത്ത് വന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഏറ്റവും പ്രോപ്പറായ നിയ്യത്ത് വെച്ച് മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി മറ്റെല്ലാം മാറ്റിവെച്ച് എൻ്റെ മുമ്പിൽ റബ്ബ് മാത്രമേ ഉള്ളൂ, ആ റബ്ബിനോടുള്ള സംസാരത്തിലും സംഭാഷണത്തിലുമാണ് ഞാൻ എന്ന ചിന്തയോടുകൂടി നമസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമസ്കാരത്തിൽ തക്ബീറിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സലാം കിട്ടിക്കഴിഞ്ഞാലാണ് മറ്റു കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ ചിന്തയിൽ വരിക. അതിനുള്ള എന്തൊക്കെയൊക്കെയോ നടന്നുപോയി.
എന്തൊക്കെയോ ഒരു യാന്ത്രികമായി എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ചെയ്തു എന്നതിനപ്പുറം നമ്മുടെ നമസ്കാരം ആത്മാർത്ഥമായി പടച്ച റബ്ബിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹു എനിക്ക് കുറെ കാര്യങ്ങളോട് സംസാരിക്കാനുണ്ട്. ജീവിതത്തിൽ ആ ഒരു ദിവസം 24 മണിക്കൂറിൽ 5 നേരമാണ് ഞാൻ നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത്. ആ 5 നേരത്തിലും ഒരുപാട് എൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് റബ്ബേ. ഇതിനെല്ലാം പരിഹാരം നീ റബ്ബേ നീ എനിക്ക് നൽകണം, പരലോകത്ത് എനിക്ക് വലിയ പ്രതിഫലം നൽകണം എന്നെല്ലാം പ്രാർത്ഥിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ നമസ്കാരത്തെ മാറ്റാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അല്ലെങ്കിൽ അവിടെയും നമ്മുടെ മനസ്സിലേക്ക് ചില ദുർപ്രേരണകൾ, നമസ്കാരം കൈകിട്ടി കഴിഞ്ഞാൽ പിന്നെ മറ്റേതോ ചിന്തയിൽ, നമ്മുടെ ജോലിയുടെ കാര്യങ്ങളിൽ, നമ്മുടെ കുടുംബത്തിന്റെ വിഷയങ്ങളിൽ, നമ്മുടെ വീട് പണിയുടെ ആലോചനകളിൽ ഇതിലൊക്കെ നമ്മൾ മുഴുകുന്നുണ്ട് എങ്കിൽ ശൈത്താൻ അവിടെ നമ്മളെ ബാധിക്കുന്നതോട് തിരിച്ചറിയേണ്ടതുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ ഒരു വിഷയം പ്രവാചകൻ സ്വന്തം ചോദിച്ചപ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, ഈ നമസ്കാരത്തിൽ ശ്രദ്ധ തിരിക്കാനായി സ്പെഷ്യൽ ഡ്യൂട്ടി ഉള്ള ഒരു പിശാച് ഉണ്ട് എന്നുള്ളതാണ്. ആ പിശാചിന്റെ പേര് പറയുന്നുണ്ട് യുഖാലു ലഹു ഖിൻസിബ്. ഖിൻസിബ് എന്ന പേരുള്ള ഒരു പിശാച്, പിശാചുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പിശാചിന് നമസ്കാരത്തിൽ നമ്മുടെ ശ്രദ്ധ മാറ്റാനുള്ള സ്പെഷ്യൽ ഡ്യൂട്ടി ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ പിശാചിന്റെ പ്രേരണയിൽ നമ്മുടെ നമസ്കാരം പെട്ടുപോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറാനുള്ള ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ നമസ്കാരം അത് പലപ്പോഴും യഥാവിലായി പോകും എന്ന ചിന്ത നമുക്ക് എവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. മറ്റൊന്ന് ഹദീസിൽ കാണാൻ സാധിക്കും, കോട്ടുവായി ഇടുമ്പോൾ ആ കോട്ടുവായി ഇടുന്നവനെ അത് പ്രയാസപ്പെടുത്തുന്നതാണ് ശൈത്താൻ. കൂട്ടുവ വന്നാൽ കൈകൊണ്ട് പൊത്തി പിടിക്കണമെന്നാണ് ഹദീസ് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ പിശാച് അതിലൂടെ പ്രവേശിക്കുമെന്നുള്ളത്. അതുകൊണ്ട് ഇത്തരം ഹദീസുകളെ വളരെ ഗൗരവത്തിൽ കാണാൻ സാധിക്കേണ്ടതുണ്ട്. ഇതുപോലെ മറ്റൊരു പ്രധാന വിഷയം, ദമ്പതികളെ പരസ്പരം തെറ്റിക്കാൻ പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. എല്ലാ നിലയ്ക്കും നമ്മളെ ദുർമാർഗത്തിലേക്കും വഴികളിലേക്കും പിശാച് എത്തിക്കാൻ ശ്രമിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിൽ അവരെ പരസ്പരം തെറ്റിക്കാൻ പിശാച് ബോധപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്ന് ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. ഓരോ ദിവസവും സമുദ്രമധ്യത്തിൽ വെച്ച് ചേരുന്ന സംഗമത്തിൽ, പിശാചുക്കളുടെ ഒരു സംഗമത്തിൽ ഓരോ ദിവസവും അവർ മനുഷ്യരെ വഴിതിരിച്ച പിശാചുക്കളെ അവരുടെ സംഘം ആദരിക്കും. മനുഷ്യരെ വഴിതിരിച്ച പിശാചുക്കളുടെ അവരങ്ങനെ ആദരിക്കുന്ന സംഗമം ഓരോ ദിവസവും ഉണ്ടാവാറുണ്ട്. അതിൽ ഏറ്റവും ആദരവ് നൽകുന്ന കൂട്ടം എന്നത് ദമ്പതികളെ പരസ്പരം തെറ്റിച്ച പിശാചിനാണ് എന്നുള്ളതാണ്. സ്വഹിയായ ഹദീസിൽ വന്നതാണ്. അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ തെറ്റിക്കുന്നുണ്ടെങ്കിൽ ചെറിയ ചില തെറ്റിദ്ധാരണകളായിരിക്കാം, ചെറിയ ചില സൗന്ദര്യ പിണക്കങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാത്ത ചില വാക്തർക്കങ്ങളോ വളരെ നിസ്സാരമെന്ന് നമ്മൾ കാണുന്ന ചില ഇടപെടലുകളൊക്കെ ആയിരിക്കാം ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ നീണ്ട കാലത്തെ വലിയ തർക്കങ്ങളിലേക്ക് എത്തുന്നത്. ഇതുണ്ടാക്കുന്നത് വളരെ ബോധപൂർവ്വം ശൈത്താനാണെന്നുള്ളതാണ്. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അത്തരം ചില ഇൻസിഡൻസ്, ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്കും ശൈത്താന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലും വലിയ സൂക്ഷ്മത പാലിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റൊന്ന്, വിശ്വാസികളെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. വിശ്വാസികളായ ആളുകളെ ഏതെങ്കിലുമൊക്കെ നിലയ്ക്ക് അവരെ വഴി പിഴപ്പിക്കാൻ പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. മറ്റൊന്ന്, എന്നും മനുഷ്യനെ വഴികേടിലാക്കാൻ തലയിൽ 3 കെട്ടുകൾ പിശാച് ഇടുന്നുണ്ട്. ഇത് ഉറങ്ങുമ്പോഴാണ് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ തുടങ്ങി മനുഷ്യ ജീവിതത്തിന്റെ സർവമാന മേഖലകളിലും പിശാച് ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ് നമ്മളെ വഴികേടിലേക്ക് എത്തിക്കുവാൻ. മനുഷ്യന് ആർത്തി ഉണ്ടാക്കുന്ന അവസ്ഥ, സമ്പത്തിനോട് ധൂർത്ത് കാണിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും സമ്പാദനം നേടണമെന്ന ആഗ്രഹത്തിൽ പലിശയാവട്ടെ, ലോണാവട്ടെ, അതെന്ത് ഓൺലൈൻ ഗെയിമുകളാവട്ടെ, ഇതിലൂടെയൊക്കെ ആർത്തി ഉണ്ടാക്കുന്ന സാഹചര്യം പിശാച് ഉണ്ടാക്കുന്നതാണ്. മറ്റൊരു വിഷയമാണ് അന്ധവിശ്വാസങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ തങ്ങളുടെ ആഗ്രഹ സാധൂകരണത്തിന്, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാൻ, എന്തെങ്കിലുമൊക്കെ സാധനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടാൻ, ഇതിനൊക്കെ പലപ്പോഴും അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ പല കേന്ദ്രങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന നാഗൂർ, അജ്മീർ, മുത്തുപേട്ട തുടങ്ങിയ പല സ്ഥലങ്ങളിലേക്കും ഇപ്പോഴും സിയാറത്ത് ടൂറുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാടധികം ആളുകൾ ഇത്തരം അന്ധവിശ്വാസങ്ങളിലേക്ക് എത്തിക്കുവാനും പിശാച് ബോധപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു വിഷയമാണ് ലൈംഗികമായ വൈകൃതങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ലൈംഗിക വിഷയത്തിലെ എന്തെങ്കിലും മൂല്യച്യുതികൾ ഉണ്ട് എങ്കിൽ അതെല്ലാം പിശാച് നമ്മുടെ മനസ്സിലേക്ക് തോന്നിക്കുന്നതാണ്. മറ്റൊന്നാണ് നമ്മുടെ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം. ലഹരിയുടെ എടുക്കുന്നതുകൊണ്ട് പുതിയ കാലത്ത് തലമുറ പറയുന്നതാണ്, എന്താ ഒരു സിഗരറ്റ് ഒക്കെ വലിച്ചാൽ അതുകൊണ്ട് എന്താ ഉണ്ടാവാൻ പോണത് എന്ന് ചോദിക്കുന്ന ചോദ്യം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് സ്കൂൾ മാനേജ്മെന്റുകൾ പോലും ഇത്തരത്തിലുള്ള പുതിയ ലഹരി വസ്തുക്കൾ സപ്ലൈ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പുതിയ വാർത്തകൾ നമ്മൾ കേട്ടു. ഇത്തരത്തിൽ ലഹരിയാവട്ടെ, ലൈംഗികതയാവട്ടെ, ഇതിന്റെയൊന്നും പ്രത്യാഘാതങ്ങളെ മനസ്സിലാക്കാതെ നൈമിഷികമായ ആ സുഖത്തിന് വേണ്ടി പിശാച് നമ്മളെ ദുർമാർഗത്തിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ ദേഷ്യമാകട്ടെ, പകയാവട്ടെ, വിദ്വേഷമാകട്ടെ, അസൂയകളാവട്ടെ, ചില അഹങ്കാരം, ഞാനെന്നൊരു ബോധം, ഞാനിപ്പോ കുറച്ച് വലിയ മനുഷ്യനാണ്, ഇവരൊക്കെ എന്നെക്കാൾ താഴെയാണ് എന്ന ബോധം, ഇത് പലപ്പോഴും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എത്രത്തോളാണ്. ഇതൊന്നും ചിന്തിക്കാതെ അത്തരം വിഷയങ്ങൾ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ശൈത്താനാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്.
ഇത്തരം വിഷയങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ശൈത്താൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ശൈത്താന്റെ ഇടപെടലിൽ നിന്നും രക്ഷ നേടാൻ നമുക്ക് ചില കർമ്മങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും തിന്മകളിലേക്കുള്ള പ്രേരണ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഇത് പിശാചിൽ നിന്നാണ് എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ്. എന്തെങ്കിലും തിന്മ ചെയ്യാനുള്ള പ്രേരണ നമ്മുടെ കണ്ടുകൊണ്ടുള്ള കാഴ്ചകളാവട്ടെ, കേൾവിയാവട്ടെ, ചില നടത്തങ്ങളാവട്ടെ, ചില സംസാരങ്ങളാവട്ടെ തുടങ്ങി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ തിന്മയിലേക്ക് എത്തിക്കാനുള്ള പ്രേരണ വരുന്നുണ്ടെങ്കിൽ അത് പിശാചിൽ നിന്നാണ് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ആ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. രണ്ടാമതായിക്കൊണ്ട് ഇതിനുള്ള പരിഹാരം ഇസ്തിആദ, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി അള്ളാഹുവിൽ ശരണം തേടുക. അള്ളാഹു ഇത്തരം ഈ ശൈത്താൻ എന്ന സൃഷ്ടിയുടെ എല്ലാവിധ ദുർപ്രേരണകളിൽ നിന്നും വേണ്ടാതിരികളിൽ നിന്നും രക്ഷ നേടാനുള്ള പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നൊരു ഉദാഹരണമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ രണ്ട് വ്യക്തികൾ ശണ്ട കൂടുമ്പോൾ പരസ്പരം തർക്കിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഈ ഒരു വാക്യം അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നിങ്ങൾക്ക് ദേഷ്യം മറ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ ശൈത്താന്റെ അടിമകളായി മാറുകയാണ്. ശൈത്താന്റെ ആ ദുർപ്രേരണകൾ, ആ കാൽപ്പാടുകളെ ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ. അതുകൊണ്ട് അവിടെ അള്ളാഹുവിനോട് ശരണം തേടണമെന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാറുണ്ട്. ഖുർആനിൽ തന്നെ ഒരുപാട് പ്രാർത്ഥനകൾ കാണാൻ കഴിയും. അഊദു, നഊദു ബില്ലാഹ് എന്നൊക്കെ തുടങ്ങുന്ന ഒരുപാട് പ്രാർത്ഥനകൾ. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് യഥാർത്ഥത്തിൽ ഇത്തരം പ്രാർത്ഥനകൾ, ദിക്റുകൾ ഒരു കോട്ട പോലെയാണ്. ഒരു കോട്ട എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് സംരക്ഷണം നൽകുക, അതുപോലെ ഈ പ്രാർത്ഥനകൾ ദുർമാർഗത്തിൽ നിന്ന് സംരക്ഷണം നൽകുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മൂന്നാമതായിക്കൊണ്ട് സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും മുഅവ്വിദത്തൈൻ എന്നറിയപ്പെടുന്ന രണ്ട് സൂറത്തുകളാണ്. നമ്മൾ രാത്രി ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഈ സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ടായിരിക്കണം ഉറങ്ങേണ്ടത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് ആയത്തുൽ കുർസിയാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്തുകൊണ്ട് നിങ്ങൾ ഉറങ്ങണമെന്ന് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഇവർക്കും സുപരിചിതമായ ആയത്താണ് ആയത്തുൽ കുർസി. പക്ഷേ എത്ര പേർ ഈ ആയത്തുൽ കുർസി പാരായണം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഉറക്കത്തിലേക്ക് നമ്മൾ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ആമൻ റസൂൽ എന്ന് പറയാറുള്ള സൂറത്തുൽ ബഖറയിലെ ഏറ്റവും അവസാനത്തെ രണ്ട് ആയത്തുകൾ. ഈ രണ്ട് ആയത്തുകൾ നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ കിടപ്പറയിലേക്ക് പോകുന്നത് എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. അതുപോലെ സൂറത്തുൽ ബഖറ നിങ്ങൾ വീടുകളിൽ പാരായണം ചെയ്യണം എന്നുള്ളതാണ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന അത്തരം വീടുകളിൽ നിന്ന് ശൈത്താൻ ഓടി അകലും എന്നുള്ള ഹദീസിലും കാണാൻ കഴിയും. അതുപോലെ മറ്റൊന്നാണ് രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ. ഇത്തരത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ശൈത്താന്റെ പ്രേരണ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തെറ്റുകൾ ചെയ്യാൻ കാഴ്ചയായിരിക്കാം, അശ്ലീലങ്ങൾ കാണുന്ന വിഷയമായിരിക്കാം, അശ്ലീലങ്ങൾ കേൾക്കുന്ന കേൾവികളായിരിക്കാം, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിലേക്കുള്ള നടത്തമായിരിക്കാം, ചലനമായിരിക്കാം, അത്തരം തോന്നലുകളായിരിക്കാം, ചിന്തകളായിരിക്കാം. ഇത്തരം വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരു വലിയ പ്രശ്നമായി മാറുന്നുണ്ടെങ്കിൽ അതിനുള്ള വലിയൊരു പരിഹാരമാണ് രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ. അദ്കാർ സ്വബാഹും അദ്കാറുൽ മസാഉം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടായി പറയുന്ന ഒരു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദിക്ർ. ഇത് നിങ്ങൾ 100 തവണ രാവിലെയും വൈകുന്നേരവും ചൊല്ലുകയാണെങ്കിൽ അത് വലിയ രൂപത്തിൽ നമുക്ക് രാവിലെ ചൊല്ലിയ ഒരു വ്യക്തി വൈകുന്നേരം വരെ പിശാചിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്ന ദിക്റാണ് എന്ന് പറയുന്നുണ്ട്. വൈകുന്നേരം ചൊല്ലുന്ന വ്യക്തി പിറ്റേ ദിവസം രാവിലെ വരെ പിശാചിന്റെ എല്ലാ ദുർപ്രേരണകളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നു പറയുന്നുണ്ട്. ആലോചിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രാർത്ഥന നമുക്ക് രാവിലെ 100 തവണ ചൊല്ലാൻ മാക്സിമം ഒരു 10 മിനിറ്റ് എടുക്കുള്ളൂ. വൈകുന്നേരം ഒരു 10 മിനിറ്റ് എടുക്കുള്ളൂ. രാവിലെയും വൈകുന്നേരം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സുബഹിക്ക് ശേഷം നേരം വെളുക്കുന്നതിന് മുമ്പാണ് ഇതിന്റെ സമയം, അസ്ർ ടു മഗ്രിബാണ് ഇതിന്റെ സമയം. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ പിശാചിൽ നിന്നുമുള്ള എല്ലാ ദുർപ്രേരണകളിൽ നിന്നുള്ള സംരക്ഷണം നമുക്ക് ഉണ്ടാവുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം നമ്മൾ സമയം മാറ്റി വെക്കാറുണ്ടോ എന്ന ചോദ്യം നാം ചോദിക്കേണ്ടതുണ്ട്. അതുപോലെ വുദൂ ഉള്ളവരായിരിക്കാൻ നാം ശ്രദ്ധിക്കുക. അതും പിശാചിൽ നിന്ന് വലിയ രൂപത്തിൽ നമുക്ക് സംരക്ഷണം ലഭിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, അനാവശ്യമായ കാഴ്ചകളാവട്ടെ, കേൾവികളാവട്ടെ, അത്തരം ചിന്തകളാവട്ടെ, അത്തരം ആലോചനകളാവട്ടെ, അതിൽ നിന്നെല്ലാം വളരെ ബോധപൂർവം അത്തരം കാഴ്ചകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. പലപ്പോഴും അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് പോലും മാറി നിൽക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അത്തരം തിന്മകളിൽ നിന്നെല്ലാം വലിയ രൂപത്തിൽ വിമുക്തി നേടാൻ സാധിക്കും. ഇത്തരത്തിൽ ഏതെല്ലാം നിലയ്ക്ക് ശൈത്താൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ടോ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ടോ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നികുതി മേഖലകളിലേക്കും വരുന്നുണ്ടോ, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനെ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ശൈത്താൻ എന്ന അള്ളാഹുവിന്റെ സൃഷ്ടി നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന ഓരോ മേഖലകളെയും കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ ആകെ ചുരുക്കം. ജീവിതത്തിന്റെ
ലക്ഷ്യം തിരിച്ചറിയാതെ പോകുന്നതാണ് പലപ്പോഴും ശൈത്വാന് വഴിപ്പെട്ടു പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഞാനും നിങ്ങളൊക്കെ ഏതോ ഒരു നിമിഷത്തിൽ മരണപ്പെട്ടു പോകേണ്ടവരാണ് എന്ന ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ നിന്നും പലപ്പോഴും മറന്നു പോകുന്ന, നമ്മൾ ബോധപൂർവമോ അല്ലാതെയോ മറന്നു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ഏവർക്കുമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഏത് നിമിഷവും മരണപ്പെടാമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിന്നും എപ്പോഴാണോ അകന്നു പോകുന്നത്, മരണമില്ലാത്ത ഈ ലോകത്ത് നമ്മൾ ഇവിടെ മരണമുണ്ട് എന്ന ചിന്ത നമ്മൾ മനസ്സിൽ പോയി കഴിഞ്ഞാൽ ഈ ലോകമാണ് നമുക്ക് അപ്പോൾ എല്ലാമായി തോന്നുക. ഇവിടെയുള്ള സുഖ സൗകര്യങ്ങളും ഇവിടെയുള്ള ആനന്ദങ്ങളും ഇവിടെയുള്ള സന്തോഷങ്ങളും ഒക്കെ നമുക്ക് വലിയ സംഭവമായി തോന്നും, വലിയ ആസ്വാദനം അതിൽ നിന്ന് ഉണ്ട് എന്ന് തോന്നിപ്പോകും. പലപ്പോഴും ഈ തോന്നൽ ഉണ്ടാക്കുന്നത് ശൈത്വാനാണ് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മറിച്ച് യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നാം ചിന്തിക്കേണ്ടത് നമുക്ക് ഏവർക്കും ഒരു ലോകം വരാനുണ്ട്. എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ ആ മരണം ഒരുപക്ഷെ ഈ മിമ്പറിൽ നിന്ന് പുറത്തിറങ്ങി താഴെ ഇറങ്ങുമ്പോഴേക്കായിരിക്കാം, അല്ലെങ്കിൽ ഈ പള്ളിയിൽ നിന്നും നമ്മൾ ജുമ നമസ്കാരത്തിന് ശേഷം നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായിരിക്കാം, ഇതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിരിക്കാം. ഇങ്ങനെ എത്ര അനുഭവം നമുക്ക് കേട്ടിട്ടുണ്ട്. ഇരുന്ന ഇരിപ്പിൽ അറ്റാക്ക് വന്ന് മരിച്ചു പോയ എത്ര ആളുകളുണ്ട്, പല രോഗങ്ങൾ വന്ന് പ്രയാസപ്പെടുന്ന ആളുകൾ എത്ര പേരുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്കും ഒരു മരണം വരാനുണ്ട് എന്ന ചിന്ത നമുക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മറന്നു പോകരുത്. ആ ചിന്ത മറന്നു പോയി കഴിഞ്ഞാൽ നാളെ ഖബർ എന്നൊരു ലോകം വരാനുണ്ട് എന്നും അതിനുശേഷം മഹ്ശറ വരാനുണ്ട് എന്നും ശേഷം നമ്മുടെ രക്ഷാശിക്ഷകൾക്കുള്ള സ്വർഗവും നരകവും ഇതിൽ ഏതെങ്കിലും ഒന്നിലേക്ക് നമ്മൾ പോകും എന്നും ബോധ്യമുണ്ടാവുക എന്നതാണ് ഇതിനുള്ള ആത്യന്തികമായ പരിഹാരം. പലപ്പോഴും ഈ ചിന്ത നമുക്ക് മറന്നു പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഒരു അപരിചിതനെ പോലെയോ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയോ ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ള ഹദീസ് മറന്നു പോകുന്ന, ഈ ഭൂമിയിലെ ജീവിതമാണ് എല്ലാം, ഇവിടെയുള്ള ആസ്വാദനങ്ങളാണ് നമുക്ക് എല്ലാമായി തോന്നുക എന്ന ചിന്ത വരുമ്പോഴാണ് ഇവിടെയെല്ലാം നമ്മൾ മറന്നു പോകുന്നത്. നമ്മുടെ സമ്പത്താവട്ടെ, നമ്മുടെ വിശ്വാസമാവട്ടെ, നമ്മുടെ ജീവിതത്തിലുള്ള ഏത് ആസ്വാദനങ്ങളാവട്ടെ, അതെല്ലാം അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടായിരിക്കാൻ നാം ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ സമ്പാദ്യങ്ങളും നമ്മുടെ വിശ്വാസത്തിലുള്ള വൈകല്യങ്ങളും നമ്മുടെ ലൈംഗികമായ വിഷയത്തിലുള്ള വൈകൃതങ്ങളും അല്ലെങ്കിൽ ലഹരി പോലുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ എടുത്തു ചാടിക്കൊണ്ടുള്ള വിഷയങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല എന്ന് നാം ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരം സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവാൻ നാം ഏവരും സൂക്ഷ്മാലുക്കളായി ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു അതിന് തൗഫീഖ്, അവന് കൂടുതൽ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശൈത്വാനാകുന്ന ആ സൃഷ്ടിയുടെ എല്ലാ നിലയ്ക്കുള്ള ദുർപ്രേരണകളിൽ നിന്നും മാറി നിൽക്കാനും അതിനെ പ്രതിരോധിക്കാനും അവയിൽ നിന്ന് ശരണം തേടാനും എപ്പോഴും അള്ളാഹുവിന്റെ വിധിവിലക്കുകളും കൽപ്പനകളും ഒക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ കുടുംബത്തിലെ മറ്റു ബന്ധുക്കൾ, അള്ളാഹു അവരുടെ ഖബറിടം അവർക്ക് വിശാലമാക്കി കൊടുത്ത് അവരെയും നമ്മയും നമ്മുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وغفر المسلمين والحمد لله رب